പശ്ചിമേഷ്യയിൽ നിന്ന് ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായിരിക്കുന്നു. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ UAEയുടെ മണ്ണിലേക്കും വ്യാപിക്കുകയാണ്. ദുബായ് അടക്കം 4 വിമാനത്താവളങ്ങൾ ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് ദുബായ് എയർപോർട്ടിൻ്റെ റൺവേക്ക് സമീപം ഡ്രോണുകൾ പതിച്ചതും തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായതും. ഇതിനെ തുടർന്ന് ദുബായിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 100 കണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ 10,000 യാത്രക്കാരാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. UAE ഭരണകൂടം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദുബായ് ലക്ഷ്യമിടുന്നത്? ഇറാൻ്റെ ഖാർഗ് ദ്വീപിന് നേരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ നീക്കമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാദേശികമായ തർക്കങ്ങൾക്കപ്പുറം ആഗോള ബിസിനസ് ഹബായ ദുബായെ ആക്രമിക്കുന്നതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുട്ടുകുത്തിക്കാനാണ് ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. ഇതുവരെ യുദ്ധത്തിൽ നേരിട്ട് ഭാഗമല്ലാതിരുന്ന UAE ഇപ്പോൾ വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നെഞ്ചിടിപ്പേറ്റുന്ന വാർത്തയാണ്. UAEയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളിൽ വലിയൊരു ഭാഗവും മലയാളികളാണ്. അവരുടെ സുരക്ഷയെക്കുറിച്ച് നാട്ടിലെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. വിമാന സർവീസുകൾ മുടങ്ങിയത് വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനും അടിയന്തര യാത്രകൾക്കും വലിയ തടസ്സമായിരിക്കുന്നു. നിലവിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് UAE അധികൃതർ അറിയിക്കുന്നത്. എങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ അതിൻ്റെ ചലനങ്ങളുണ്ടായി. എണ്ണവില ബാരലിന് $120 മുകളിലേക്ക് കുതിക്കുകയാണ്. ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന പേടിയിൽ ലോകവിപണികൾ തകർന്ന നിലയിലുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്രോൾ ഡീസൽ വില വർധനവിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുന്നുണ്ട്. ദുബായ് പോലുള്ള ഒരു ആഗോള വിതരണ ശൃംഖലയുടെ കേന്ദ്രം സ്തംഭിക്കുന്നത് ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഇതിനിടെ ഇറാൻ അടച്ചിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ നാറ്റോ സഖ്യകക്ഷികളോടും ചൈനയോടും സഹായം അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുമുണ്ട്.